ഹലോ ഗായ്സ്, എല്ലാവർക്കും സൊല്യൂഷൻ മേക്കർ എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡെലിവറിയിൽ നമുക്കത് ഡെലിവറി ആകാതെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്, കാരണം നമ്മളത് ആശിച്ച് മോച്ച് വാങ്ങിച്ചൊരു സാധനമാണ് പലപ്പം. അപ്പോൾ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സമയത്തുകൊണ്ട് നമുക്ക് വന്നില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും പലരും എക്സ്പെക്റ്റ് ചെയ്ത ഡേറ്റിൽ വരാത്തതുകൊണ്ട് പല ഓർഡറുകളും പലരും ക്യാൻസൽ ചെയ്യാറുമുണ്ട്, അങ്ങനെ സംഭവിക്കാറുമുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഡെലിവറിയിൽ നമ്മുടെ ഓർഡർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്ലിപ്കാർട്ടിലെ ആമസോൺ ഓഫേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ന്യൂസുകളെക്കുറിച്ചും ഫ്ലാഷ് സെയിൽ ട്രിക്സ് ആൻഡ് ടിപ്സുകളെക്കുറിച്ചും ടെക് പരമായുള്ള എല്ലാ ന്യൂസുകളും അതുപോലെ തന്നെ ടെക് പരമായുള്ള എല്ലാ പ്രോബ്ലത്തിൻ്റെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ചാനലാണിത്. ഈ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നമ്മൾ ആ ഓപ്ഷൻ എന്ന് പറയുന്ന 3 വരെയുള്ള ലെഫ്റ്റ് സൈഡിലേറ്റവും 3 വരെയുള്ള ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മെനു വരും. മെനുവിൽ മൈ ഓർഡേഴ്സ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ മൈ ഓർഡേഴ്സ് ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ പ്രോഡക്റ്റുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ ആ മുഴുവൻ പ്രോഡക്റ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഇവിടെ കുറച്ച് ഡെലിവറി ആയിട്ടുണ്ട്, കുറച്ച് പ്രോഡക്റ്റുകൾ ഡെലിവറി ആകാൻ ലേറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുകയാണ്. ഡെലിവറി ലേറ്റ് ആയ ഒരു പ്രോഡക്റ്റ്, അത് ഡിലേ ആയാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. ഈ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ട്രാക്കിംഗ് സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓർഡർ ആയത് പാക്കഡ് ആയിട്ടുണ്ട്, പിന്നെ എൻ്റെ ഓർഡർ അവിടെ നിന്ന് ഷിപ്പ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിവിടെ കാണാം, ആദ്യം ട്യൂസ്ഡേ 20th പറഞ്ഞു, പിന്നെ അതിനുശേഷം അത് 23rd ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. എനിക്കതിൻ്റെ കാര്യം എന്താണെന്ന് അറിയണം. എപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് ഡെലിവറി ആകും, ഇനി ഇത് നീണ്ടുപോകുമോ എന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ക്യാൻസൽ നീഡ് ഹെൽപ്പ് എന്നുള്ളത്. നമ്മൾ ആ നീഡ് ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്യുക. നീഡ് ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവരെ കസ്റ്റമർ കെയറുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത്, ഡെലിവറി റിലേറ്റഡ് ക്യൂറി, അതുപോലെ തന്നെ ക്യാൻസൽ ഓർഡർ അതേഴ്സ്. ഇവിടെ നമ്മൾ ഡെലിവറി റിലേറ്റഡ് ക്യൂറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യരുത്. നമ്മൾ അതേഴ്സ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അവരെ കാണാൻ സാധിക്കും പ്ലീസ് ടൈപ്പ് ആൻഡ് ലെറ്റ് മീ നോ വാട്ട് ഐ ക്യാൻ ഹെൽപ്പ് യു. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് അത് നിങ്ങൾ ഇവിടെ എഴുതാനാണ് അവർ പറയുന്നത്. നമുക്ക് ഇവിടെ എഴുതാം പ്രോഡക്ട്സ് ഡിലേ എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ പ്രോഡക്ട്സ് ഡിലേ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിസെൻഡ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഇങ്ങനൊരു റിപ്ലൈ അവിടെ ലഭിക്കും. അവർ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് വിൽ ഹെൽപ്പ് യു വിത്ത് മോർ ഡീറ്റെയിൽസ്, പ്ലീസ് ചൂസ് യുവർ പ്രിഫേർഡ് കോൺടാക്റ്റ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ ഇവിടെ പറയുന്നത്, അവരുടെ കസ്റ്റമർ എക്സിക്യൂട്ടീവ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാണ്. നമുക്കിവിടെ ഇതിലേത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്കിവിടെ സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ 2 ഓപ്ഷനുകളാണ് കാണുന്നത്, റിക്വസ്റ്റ് എ കോൾ അല്ലെങ്കിൽ ഗോ ടു മൈ ഓർഡേഴ്സ്. റിക്വസ്റ്റ് എ കോൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഒരു 4 മിനിറ്റിനുള്ളിൽ അവരിവിടെ റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ ആ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അവർ പറയുന്നത് വി ഓഫർ കോൾ ബാക്സ് ഇൻ 6 ലാംഗ്വേജസ്, പ്ലീസ് ചൂസ് യുവർ പ്രിഫേർഡ് ലാംഗ്വേജ് ഫ്രം ദി കറൻ്റ്ലി അവൈലബിൾ ഓപ്ഷൻസ് ബിലോ. ഇവിടെ നമ്മളോട് അവർ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, കന്നഡയുണ്ട്, തെലുങ്കുണ്ട്, തമിഴുണ്ട്, മലയാളമുണ്ട്. നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. നമ്മൾ മലയാളം ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലീസ് ചൂസ് ദി അപ്രോക്സിമേറ്റ് ടൈം വെൻ വി ക്യാൻ കോൾ യു. അവർ നമ്മളെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഏത് സമയത്തിനാണ് വിളിക്കേണ്ടതാണ് അവർ ചോദിക്കുന്നത്. നെക്സ്റ്റ് 11 minutes എന്നാണ് ഇവിടുത്തെ ഇവരിപ്പോൾ കാണിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത 11 മിനിറ്റിനുള്ളിൽ അവർ നമ്മളെ കോൾ ചെയ്യുന്നത്. അങ്ങനെ അവർ കോൾ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് അവരോട് സംസാരിച്ച് എന്താണ് കാര്യം, എന്താണ് ഡിലേ ആവുന്നത്, എന്തുകൊണ്ടാണ് പ്രോഡക്റ്റ് ഡിലേ ആവുന്നത്, എപ്പോൾ എത്തിച്ചേരും, എന്താണ് കാര്യകാരണങ്ങൾ സഹിതം നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് ക്യാൻസൽ ചെയ്യാനും സാധിക്കുന്നതാണ്.
ഇങ്ങനെ കസ്റ്റമർ കെയറുമായി സംസാരിച്ച്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഒരു ഓർഡർ ഡിലേ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളത് ഡീൽ ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലൂടെ ആയിരിക്കണം നമുക്കത് ഡീൽ ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് നേരിട്ട് സംസാരിച്ച് എന്തുകൊണ്ട് ഡിലേ ആയി, എന്താണ് അതിൻ്റെ കാരണം, ഇനി എനിക്ക് ആ പ്രോഡക്റ്റ് വേണ്ടെങ്കിൽ ക്യാൻസൽ വരെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓഫേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അതിലെ ന്യൂസുകളെക്കുറിച്ചും ഫ്ലാഷ് സെയിൽ ടിപ്സ് ആൻഡ് ട്രിക്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ കൂടിയായിട്ടാണ് ഞാൻ ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിനിയും മുമ്പോട്ട് പോകാൻ സാധിക്കും. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.